നല്ലൊരു സായനം നേരുന്നു. നമസ്കാരം. ഋഷിബയെ പറ്റി വാട്ട് ടു സേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് എ വെരി സ്പെഷ്യൽ ഫിലിം ഫോർ മീ ബിക്കോസ് ഇറ്റ്സ് എ വെരി സ്ട്രേഞ്ച് കോമ്പിനേഷൻ. ദാറ്റ് കോമ്പിനേഷൻ ഇറ്റ്സെൽഫ് ഇസ് എ വെരി സ്ട്രേഞ്ച് തിങ്. A Kannada director directing a Malayalam and Telugu film with the North Indian producers and the Malayalam actors. That itself is a very strange coincidence. Nanda Kishore ഇങ്ങനെ ഒരു സ്റ്റോറി എന്നോട് പറഞ്ഞപ്പോൾ the story contains the kind of emotion, love. അതൊരു നോർമൽ സ്റ്റോറിയെക്കാളും വളരെ ഡിഫറെൻ്റ് ആയിട്ട് I felt some kind of difference in the story. Then we started the film. Of course, we had a lot of problems in between to make this film happen. It is film. It's a making. And thanks to all the actors because they all stood with the film to make it possible. ഞാൻ ഒരുപാട് സമയമെടുത്തു ഈ സിനിമ ഷൂട്ട് ചെയ്യാൻ. ബിക്കോസ് ഈ സിനിമയുടെ ഒരുപാട് CG വർക്കുണ്ട്. ഇതൊരു സാധാരണ സിനിമയെക്കാളും കണ്ടെയ്ൻസ് ലോട്ട് ഓഫ് ഇമോഷൻസ്. ഒരുപാട് വർഷങ്ങളുടെ പുറകിലെ ഒരു കഥ പറയുന്ന സിനിമയാണ്. രണ്ട് കാലഘട്ടത്തിൽ നടക്കുന്നുണ്ട്. ഇറ്റ് ഹാപ്പൻസ് ഇൻ 2 eras. So we had problems, but of course this is more of an action, emotion. ഇതിൽ എഴുതി തന്നെ ഉണ്ട്. This is reborn love. ഒരു സ്നേഹം എന്ന് പറയുന്നതിൻ്റെ ഒരു വലിയ ഒരു ഒരു കടൽ അതിലുണ്ട്. എല്ലാ സിനിമയുടെയും ഒരു അണ്ടർലൈങ് കറണ്ട് ഇസ് ലവ്. ലവ് സോ സ്ട്രോങ് ഇറ്റ് ഡിഫൈൻസ് ഡെത്ത്. അപ്പം ഒരു സ്നേഹവും ജനനവും, നമ്മുടെ ഒരു കുട്ടി ജനിക്കുന്നതിൽ നിന്നാണ് ഈ സിനിമ സ്റ്റാർട്ട് ചെയ്തത്. ഇതിൻ്റെ ട്രെയിലർ ഓഫ് കോഴ്സ് ഡെത്ത് എന്ന് പറയുന്നത് ഇറ്റ്സ് ഇന്നെവിറ്റബിൾ. സോ ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ബർത്ത്, ലവ് ആൻഡ് ഡെത്ത്. ഇറ്റ് കണ്ടെയ്ൻസ് ലോട്ട് ഓഫ് ഇമോഷൻസ് ആൻഡ് ഒരുപാട് മലയാളത്തിന് പരിചയമില്ലാത്ത ആക്ടേഴ്സാണ്. ദാറ്റ് ഈസ് വൈ ഇവിടെ വന്നത്. ഇറ്റ്സ് എ വെരി സ്മോൾ ഫിലിം ഇൻ ദ വേ ഇറ്റ്സ് എ ബിഗ് ഫിലിം. സ്മോൾ ഫിലിം എന്ന് പറയുന്ന lot of അധികം lot of actors in that from Malayalam, but each actor has got its own value, its own charm, and they have done it brilliantly. നന്നായിട്ട് ആ സിനിമ ചെയ്തിട്ടുണ്ട്. ഷോയെ പറ്റി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എനിക്ക് ഒരു വളരെ ഡിഫറെൻറ്റ് ഫിലിമാണ്. ഇനി കാഴ്ചക്കാർക്കും ആ ഡിഫറൻസ് ഉണ്ടാക്കാൻ സാധിച്ചു. ആൻഡ് താങ്ക്സ് ടു Nanda Kishore, he has done it brilliantly, and thanks to Balaji Telefilms, Connect Media and EBS. This is like, I cannot call this a gate crash. This is a serious thing because a lot of people can come and do films here. This is about, through this film, like she said, the entity wise we have a very small entity, Kerala, Malayalam, but it slowly started developing. Now Malayalam film means pan-Indian. You cannot call this a pan-Indian film. It is known to all the district or states in India. So Malayalam has got its own value. Apart from that, now we have become a family. So this is a family business. So even a Telugu director can come and direct a Malayalam film. A Malayalam director can go and do a Kannada film. It's a beautiful converse happening. So let it be a wonderful film and let it show the result. ആൻഡ് എല്ലാവർക്കും നല്ലത് വരട്ടെ. ഒരു വലിയ കോമ്പിനേഷൻ, പുതിയ കോമ്പിനേഷൻസുകൾ ഉണ്ടാകട്ടെ. ബിക്കോസ് ആർട്ട് എന്ന് പറയുന്നതിന് അങ്ങനെ അതിനൊരു സീക്രസിയോ അല്ലെങ്കിൽ അതിനൊരു പ്രത്യേകതയോ അല്ലെങ്കിൽ അതിന് രഹസ്യമോ ഒന്നുമില്ല. ഇറ്റ് ഈസ് വെരി ഓപ്പൺ. സോ ഇറ്റ്സ് എൻ ഓപ്പൺ തിങ്. അപ്പം അതിലേക്ക് ആൾക്കാർ വരാനും പുതിയ സിനിമകളിലും പുതിയ സ്റ്റോറീസ് ഡെവലപ്പ് ചെയ്യാനും സിനിമയ്ക്ക് ഒരു പുതിയ വാല്യൂ ഉണ്ടാകാനും ഒരു മുഖം ഉണ്ടാകാനും ഇത്തരം സിനിമകൾ സഹായിക്കും. വൃഷഭ എന്ന് പറയുന്ന സിനിമ അതിനൊരു ഉദാഹരണമാണ്. കാര്യം ഒരിക്കൽ കൂടെ പറയാം, ഒരു കന്നഡ ഡയറക്ടർ ഹാസ് ഡൺ സോ മെനി ഫിലിംസ് ഇൻ കന്നഡ. വലിയ ആക്ഷൻ ഫിലിംസ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ ആക്ഷൻ്റെ ഉള്ളിൽ നന്ദ ഹൈഡ്സ് ദ ഇമോഷൻസ്. ദാറ്റ് ഈസ് ദ ബ്രില്യൻസ് ഓഫ് ദ ഡയറക്ടർ. ഈവൻ ദോ ഐ ഹവ് സീൻ ഹിസ് ഫിലിംസ്, ഇറ്റ് ഹാസ് ഗോട്ട് അൺബിലീവബിൾ ആക്ഷൻസ്. ഇറ്റ് ഹാസ് ബ്രിങ് ലോട്ട് ഓഫ് പീപ്പിൾ. ഈവൻ WWFിലെ ആൾക്കാരൊക്കെ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ സിനിമ ചെയ്തിട്ടുണ്ട്. ബട്ട് അപ്പാർട്ട് ഫ്രം ദ ആക്ഷൻ he hides the secret of love, emotions in that film. ഈ ഋഷഭ എന്നുള്ള സിനിമയിൽ അതുണ്ട്. അത് ചോർന്നു പോകാതെ അദ്ദേഹത്തിന് സൂക്ഷിക്കാൻ സാധിച്ചു എന്നത് വലിയൊരു കാര്യമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം ഋഷഭ നല്ല സിനിമയായി മാറട്ടെ, ആൾക്കാർക്ക് ഇഷ്ടമുള്ളൊരു സിനിമയായി മാറട്ടെ. തീർച്ചയായിട്ടും ഒരുപാട് ഋഷഭ ഇനിയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. താങ്ക് യു വെരി മച്ച് ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഈവനിങ്.